അങ്ങയുടെ മുന്നിൽ. എന്തു നല്ല ജീവിതം, എത്ര സുഖകരം. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നു ഈ ജീവിതം. കഴിക്കാൻ ഒത്തിരി റൊട്ടി, ഊഷ്മളമാർന്ന സ്ഥലം. എല്ലാവരും എന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നു. ആ അലഞ്ഞു നടക്കുന്നവരൊഴിച്ച് നാശങ്ങൾ, കാശിന് വകയില്ലാത്തവർ, എനിക്കവരെ ആശ്രയിക്കേണ്ട. എനിക്കൊരു റൊട്ടി വേണം. ഒരു റൊട്ടിക്ക് 1 ദിനാർ. എന്താ, കയ്യിൽ കാശുണ്ടോ? എന്റെ കൈവശം ആകെ 4 കാശേയുള്ളൂ. എന്നോട് ദയവ് തോന്നി ഒരു റൊട്ടി തരണേ. വല്ലാതെ വിശക്കുന്നു. 4 തുട്ടുമായി വന്നിരിക്കുന്നു റൊട്ടി വാങ്ങാൻ. വേഗം സ്ഥലം കാലിയാക്കിക്കോ. ക്ഷുഭിതനും ദയില്ലാത്തവനുമായവനെ, ഞാൻ നിന്റെ കടയുടെ പുറത്തു നിന്നും ഒരു നാണയത്തുട്ടും തരാതെ നീയുണ്ടാക്കുന്ന റൊട്ടിയുടെ ആ സുഗന്ധം ആസ്വദിച്ച് ഞാൻ എന്റെ വിശപ്പടക്കും. ഞാൻ നിങ്ങളെ അതിനൊരിക്കലും അനുവദിക്കില്ല. ഞാൻ ഉണ്ടാക്കിയ റൊട്ടിയുടെ സുഗന്ധം ആസ്വദിക്കുവാനോ സമ്മതിക്കില്ല ഞാൻ. അയ്യോ കള്ളി! എല്ലാവരും നിശബ്ദരായിരിക്കുവിൻ. കോടതി ആരംഭിക്കുകയായി. മഹാരാജാവേ, ഏതൊന്നാണോ നമ്മൾ ആസ്വദിക്കുന്നത് അതിന് വില കൊടുക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു. പക്ഷേ വിലയൊന്നും തരാതെ ഈ നിൽക്കുന്ന സ്ത്രീ ഞാൻ ഉണ്ടാക്കിയ ശ്രേഷ്ഠവും സ്വാദേറിയതുമായ റൊട്ടിയുടെ സുഗന്ധം ആസ്വദിച്ചു. അതിനെനിക്ക് വിലയിടാക്കി തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഇയാൾ പറയുന്നത് ശരിയാണോ? ഇയാൾ ഉണ്ടാക്കിയ റൊട്ടിയുടെ സുഗന്ധം നിങ്ങൾ ആസ്വദിച്ചുവോ? ഓ പ്രഭു, ഞാൻ ആസ്വദിച്ചു. വളരെ ശ്രേഷ്ഠവും രുചിയേറിയതുമായ ആ റൊട്ടിയുടെ സുഗന്ധം. ഞാൻ വളരെ വിശപ്പുള്ളവളായിരുന്നു. എനിക്കെന്റെ വിശപ്പിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങളെല്ലാവരും നിയമത്തിന് കീഴിലായിരിക്കണമെന്നത് സത്യമാണ്. നിങ്ങൾ കൃത്യമായി ആ നിയമം ഉദ്ധരിച്ചിരിക്കുന്നു. ഈ പാവപ്പെട്ട സ്ത്രീ നിങ്ങൾക്ക് പണം തരുവാൻ ബാധ്യസ്ഥയാണ്. എന്നാൽ നമ്മൾ പാവങ്ങളോട് ദയയും കരുണയും ഉള്ളവരായിരിക്കണം. ഈ പാവപ്പെട്ട സ്ത്രീയോട് അലിവ് തോന്നി ക്ഷമിക്കുവാൻ നിനക്ക് സാധിക്കില്ലേ? ഇല്ല, ഇവരോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. നിയമം അനുശാസിക്കുന്നത് പോലെ നീതി നടപ്പാക്കി തന്നാലും മഹാരാജൻ. നിങ്ങളുടെ താല്പര്യം പോലെ. റൊട്ടിക്കാരൻ പറയുന്നത് ന്യായമായ കാര്യമാണ്. നിയമം പാലിക്കാനുള്ളതാണ്. എനിക്ക് നിയമം നടപ്പാക്കിയേ മതിയാകും. നിന്നോട് കരുണയുണ്ടാകാനായി ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഞാൻ നീതിയുള്ളവനുമായിരിക്കണം. അതുകൊണ്ട് പറയൂ, നിങ്ങളുടെ കൈവശം എത്ര പണമുണ്ട്? ഈ 4 കാശ് മാത്രമേ എന്റെ കൈവശമുള്ളൂ പ്രഭു. ഉച്ചത്തിൽ എണ്ണി കേൾപ്പിക്കുക. അവനല്ല കൊടുക്കേണ്ടത്, എനിക്ക് എണ്ണി തരിക. ശ്രദ്ധിച്ച് കേൾക്കുക. 1, 2, 3,
4. നിങ്ങൾ ശരിക്കും കേട്ടില്ലേ പണം എണ്ണിയത്? ഉവ് മഹാരാജൻ, ഉവ്. ഈ പഴയ ചെമ്പുനാണയ തൊട്ടുകളുടെ കിലുകിലാ ശബ്ദം നിങ്ങൾ കേട്ടുവോ? ഞാൻ കേട്ടു മഹാരാജൻ. വളരെ മനോഹരവും താളാത്മകവുമായ ചെമ്പുനാണയത്തൊട്ടുകളുടെ ശബ്ദം. മതി, അതാണ് നിനക്കുള്ള പണം. ഞാനിതാ വിധിക്കുന്നു. നിന്റെ റൊട്ടിയുടെ ഗന്ധത്തിന്റെ വിലയായി ഈ സാധു സ്ത്രീയുടെ ചെമ്പുനാണയ തൊട്ടുകളുടെ കിലുകിലാ ശബ്ദം പണമായി നിനക്ക് തരുന്നു. പിശുക്കനും അത്യാഗ്രഹിയുമായവനെ, ഇനി ഈ സ്ത്രീയുടെ മേൽ യാതൊരുവിധ അവകാശവാദവും നിനക്കില്ല. ഇവരെ നാം വെറുതെ വിട്ടിരിക്കുന്നു. ആരെവിടെ? ഇവർക്ക് വേണ്ടത് നൽകൂ. കണ്ടല്ലോ സോളമന്റെ വിധി നിർണയം. അപാര ജ്ഞാനം. സോളമന്റെ കീർത്തിയെപ്പറ്റി കേട്ടറിഞ്ഞ ശേബാരാജ്ഞി അവനെ പരീക്ഷിക്കുവാനും സത്യം നേരിട്ടറിയുവാനും സോളമൻ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നുവരുന്നു. അങ്ങയെയും അങ്ങയുടെ ജ്ഞാനത്തെപ്പറ്റിയും ഞാൻ എന്റെ ദേശത്ത് കേട്ടത് എത്രയോ വാസ്തവം. നേരിൽ കാണുന്നതുവരെ യാതൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. യാഥാർത്ഥ്യത്തിന്റെ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. അങ്ങയുടെ ജ്ഞാനവും സമ്പത്തും എത്രയോ വിപുലമാണെന്ന് ഈ രാജ്യസദസ്സ് വെളിവാക്കുന്നു. എന്നിരുന്നാലും നമുക്ക് അങ്ങയുടെ വിജ്ഞാനത്തിന്റെ പാണ്ഡിത്യം അങ്ങയിൽ നിന്നും അറിയുവാനൊരാഗ്രഹം. നമുക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. അതെ, നാം ഓർക്കുന്നു, ഒരിക്കൽ ഒരു പ്രമാദമായ കേസിന് വിധി പറഞ്ഞത്. ഒരു ദിവസം 2 സ്ത്രീകൾ രാജസന്നിധിയിൽ വന്നിരുന്നു. എല്ലാവരും നിശബ്ദരായിരിക്കുവിൻ. കോടതി ആരംഭിക്കുകയായി. പറയൂ, എന്താണ് നിങ്ങൾക്ക് നമ്മോട് ബോധിപ്പിക്കാനുള്ളത്? യജമാനനെ, ഇവരും ഞാനും ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഇവൾ വീട്ടിലുള്ളപ്പോൾ ഞാൻ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. 3 നാൾ കഴിഞ്ഞ് ഇവളും ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി.
ഇതാണോ നിങ്ങളുടെ പ്രശ്നം? അല്ല മഹാരാജൻ, ഇതല്ല. ഇവളുടെ കുഞ്ഞ് കഴിഞ്ഞ രാത്രിയിൽ മരിച്ചുപോയി. രാത്രി ഉറക്കത്തിൽ ഇവൾ കുഞ്ഞിന്റെ മേൽ കിടക്കാൻ ഇടയായത് കാരണം പാവം കുഞ്ഞ് ശ്വാസം കിട്ടാതെ പിടഞ്ഞു പിടഞ്ഞു മരിച്ചു. എന്റെ മാറിൽ ചൂടുകൊണ്ട് കിടന്നുറങ്ങുകയായിരുന്ന എന്റെ പൊന്നോമനയെ എന്റെ നെഞ്ചിൽ നിന്നും പറിച്ചെടുത്ത് പകരം ഇവളുടെ മരിച്ച കുഞ്ഞിനെ എന്റെ അരികിൽ കിടത്തി. എന്റെ കുഞ്ഞിനെ എനിക്ക് തരുന്നില്ല പ്രഭോ, തരുന്നില്ല. എന്റെ കുഞ്ഞല്ല മരിച്ചത് മഹാരാജൻ. എന്റെ കുഞ്ഞ് എന്റെ കയ്യിൽ സുരക്ഷിതനായിരിക്കുന്നു. ശബ്ദിക്കരുത്. നിനക്ക് പറയാനുള്ള അവസരം ഞാൻ തരാം. അപ്പോൾ പറയുക, തുടരുക. ഞാൻ പറയുന്നത് സത്യമാണ് യജമാനൻ. തെളിയിക്കുവാനായി സാക്ഷികൾ ആരും എന്റെ പക്കലില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ആ രാത്രിയിൽ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് എന്റേതാണ്. എന്റെ കുഞ്ഞിനെ ഇവളിൽ നിന്നും വിട്ടുകിട്ടാനായി അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് നമ്മോട് പറയാനുള്ളത്? ഇവൾ പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടുപേരും ഓരോ ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ആ സന്തോഷം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആഘോഷിച്ചു. നിർഭാഗ്യവശാൽ ഇവളുടെ കുഞ്ഞ് മരിച്ചുപോയി മഹാരാജൻ. അതിൽ ഞാൻ ദുഃഖിക്കുന്നു. എന്നാൽ ഇത് എന്റെ കുഞ്ഞാണ്. ഇവളുടെ കുട്ടി മരിച്ചുപോയതിലുള്ള മാനസിക വിഭ്രാന്തിയിൽ ഉണ്ടാക്കി പറഞ്ഞ കെട്ടുകഥയാണ് മഹാരാജൻ. എന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല, എന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല. ഇവൾ പറയുന്നത് പച്ചക്കള്ളമാണ് യജമാനെ. ജീവനുള്ള ഈ കുഞ്ഞ് എന്റേതാണ്. തുടരുത്. മരിച്ചുപോയത് നിന്റെ കുഞ്ഞാണ്. നിർത്തു നിങ്ങളുടെ ചണ്ട. ഇവൾ പറയുന്നു അവളുടെ കുട്ടിയാണ് മരിച്ചതെന്ന്. അവൾ പറയുന്നു ഇവളുടെ കുട്ടിയാണ് മരിച്ചതെന്ന്. തെളിവുകളോ സാക്ഷികളോ ഇല്ല. എന്റെ ദൈവമായ കർത്താവേ, നീ എനിക്ക് ജ്ഞാനവും വിവേകവും നൽകി അനുഗ്രഹിച്ചു. ഇത്രയും കഠിനമായ ഒരു പ്രശ്നത്തെ ഭൂമിക്കും സ്വർഗത്തിനും അപ്രാപ്യമായ രീതിയിൽ എനിക്കെങ്ങനെ പരിഹരിക്കാൻ കഴിയും? എന്റെ ഈ വിഷമത്തിൽ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു. ആർക്കനുകൂലമായി ഞാൻ വിധിക്കും? ആരാണ് ജീവനുള്ള കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ? എങ്ങനെ ഞാനിത് തെളിയിക്കും? ഓ എന്റെ നല്ല ദൈവമേ, ഞാൻ നിന്നെ സ്തുതിച്ച് ആരാധിക്കുന്നു. എന്റെ ഈ വിഷമഘട്ടത്തിൽ ഞാൻ നിന്നെ ആശ്രയിച്ചപ്പോൾ എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഇപ്പോഴെനിക്കറിയാം എങ്ങനെ യഥാർത്ഥ അമ്മയെ കണ്ടെത്തണമെന്ന്. മഹാരാജാവേ, ഇത് എന്റെ കുഞ്ഞാണെന്ന് അങ്ങേക്ക് ബോധ്യമായില്ലേ? അല്ല, അല്ല, ഇതെന്റെ കുഞ്ഞാണ്. ആരെവിടെ? ഒരു വാൾ കൊണ്ടുവരൂ. ജീവനുള്ള ഈ ശിശുവിനെ രണ്ടായി പകത്ത് ഇരുവർക്കുമായി കൊടുക്കുവിൻ. അരുത് യജമാനനെ, അരുത്. എന്റെ കുഞ്ഞിനെ കൊല്ലരുത്. ഇവൻ ജീവനോടിരിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. എന്റെ കുഞ്ഞിനെ ഇവൾക്ക് തന്നെ കൊടുത്തേക്കൂ. വിധി നടപ്പാക്കൂ മഹാരാജൻ, വിധി നടപ്പാക്കൂ. ശിശുവിനെ കൊല്ലേണ്ടതില്ല. ജീവനുള്ള കുഞ്ഞിനെ ഇവൾക്ക് കൊടുക്കുക. ഇവരാണ് കുഞ്ഞിന്റെ അവകാശി. യഥാർത്ഥ അമ്മയ്ക്ക് സഹനശക്തി ഉണ്ടാകും. സ്വന്തം പുത്രൻ കൺമുന്നിൽ മരിച്ചു വീഴുന്നതിനേക്കാൾ മകൻ ജീവനോടെ ഉണ്ടെന്നറിയുന്നതാണ്
യഥാർത്ഥ അമ്മയുടെ സ്നേഹം. ഈ സ്ത്രീയുടെ വാക്കുകളിലൂടെ സത്യം നാം തിരിച്ചറിഞ്ഞിരിക്കുന്നു. നന്ദി പ്രഭു, നന്ദി.